ഇപ്പോൾ വിദേശകാര്യ വിദഗ്ധൻ ശ്രീ മോഹൻ വർഗീസ് നമ്മളോടൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. ഗുഡ് മോർണിംഗ് സർ. ഇന്നലെ രാത്രി നമ്മളൊക്കെ ഉറങ്ങാൻ പോയത്, ഇന്ത്യ പ്രത്യേകിച്ച്, വലിയ ആശങ്കയോടെയാണെങ്കിൽ ഇന്ന് രാവിലെ ഡൊണാൾഡ് ട്രംപാണ് പറഞ്ഞിട്ടുള്ളതെങ്കിൽ പോലും ഒരു വെടിനിർത്തൽ കരാർ നിലവിൽ വന്നു, അല്ലെങ്കിൽ പരിപൂർണമായ ഒരു വെടിനിർത്തലിന് ഇരു രാജ്യങ്ങളും സമ്മതിച്ചു എന്ന് ട്രംപ് പ്രഖ്യാപിക്കുന്നുണ്ട് ട്രൂത്ത് സോഷ്യലിലൂടെ. പക്ഷേ ഇപ്പോൾ ദേശീയ മാധ്യമങ്ങളിൽ വരുന്നു ഇറാൻ പ്രതിരോധ മന്ത്രി, ഇറാൻ വിദേശകാര്യമന്ത്രി അങ്ങനെ ഒരു സീസ് ഫയറിലേക്ക് എത്തിയിട്ടില്ല, അങ്ങനെ ഒരു ധാരണയും ഇല്ല എന്ന് പറയുന്നുണ്ട്. ലോക സമാധാനത്തിന്റെ വക്താവാൻ ഒരുപക്ഷെ കളിയാക്കി പറയുന്നത് പോലെ സമാധാനത്തിന്റെ നൊബേൽ തൊട്ട് വിളിക്കുന്ന എന്ന് ഉറപ്പുവരുത്താൻ ട്രംപിന്റെ ഒരു പ്രഖ്യാപനം എന്നതിനപ്പുറത്തേക്ക് ഇങ്ങനെ ഒരു ധാരണയിലേക്ക് എത്തിയിട്ടുണ്ടാകുമോ ഇരു രാജ്യങ്ങളും? അങ്ങനെയെങ്കിൽ ഇരു രാജ്യങ്ങളുടെയും ഭാഗത്തു നിന്ന് ഒരു പ്രതികരണം ഉണ്ടാവേണ്ടതല്ലേ? ഔപചാരികമായ പ്രതികരണം വരേണ്ടത് ഇരു രാജ്യങ്ങളുടെയും ഭാഗത്തു നിന്ന് തന്നെയാണ്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ സംഘർഷമുണ്ടായപ്പോൾ, ഓപ്പറേഷൻ സിന്ധൂർ ഉണ്ടായപ്പോൾ അത് നിർത്തിവെച്ചതായി പ്രഖ്യാപനം വന്നത് ട്രംപിന്റെ ഭാഗത്തു നിന്നാണ്. അത് യാഥാർത്ഥ്യമായിരുന്നു എന്നത് ട്രംപ് ഇടപെട്ടോ ഇല്ലയോ എന്നതല്ല, അത് പക്ഷേ പിന്നീട് യാഥാർത്ഥ്യമായി എന്നത് പിൽക്കാല ചരിത്രം തെളിയിക്കുന്ന കാര്യവുമാണ്. പക്ഷെ എന്തിനും ക്രെഡിറ്റ് എടുക്കാൻ വേണ്ടി ട്രംപ് നടത്തുന്ന ഒരു മുൻകൂട്ടിയുള്ള ചില പ്രസ്താവനകളായി മാത്രമേ ഇതിനെ ഇപ്പോൾ കാണാനാവൂ. യഥാർത്ഥത്തിൽ പറയേണ്ട രാജ്യങ്ങൾ പറയുന്നതിന് പകരം നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തനിക്ക് സമാധാനത്തിന് നോബൽ സമ്മാനം ലഭിച്ചേ തീരൂ, ലോകത്ത് എവിടെ സംഘർഷമുണ്ടായാലും അത് തങ്ങൾ കൂടി ഇടപെടുന്ന സംഘർഷമാണെങ്കിൽ പോലും അവിടെ സമാധാനം സ്ഥാപിക്കുക എന്നത് തങ്ങളുടെ ദൗത്യമാണ്, തങ്ങൾ അത് ലോകത്തെ അറിയിച്ചിരിക്കും എന്ന നിശ്ചയദാർഢ്യം ട്രംപിനുള്ളതുപോലെ തോന്നുന്നു. അതുകൊണ്ടാണ് മുൻകൂട്ടി ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നോ ഇറാന്റെ ഭാഗത്തു നിന്നോ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട യാതൊരു സൂചനയും വന്നിട്ടില്ല. അപ്പോൾ ട്രംപ് പറയുകയാണ്, ഇതാ അവർ വെടിനിർത്തൽ സമ്മതിച്ചു കഴിഞ്ഞു. അതിന് രേഖാമൂലമായ തെളിവുകളില്ല. അതുകൊണ്ട് ട്രംപ് തന്റെ ആഗ്രഹം വെറുതെ പറഞ്ഞതേ ഉള്ളൂ, അതോ യഥാർത്ഥത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ സംഭവിച്ചോ എന്നതിനെ കുറിച്ച് ഇനി സ്ഥിരീകരണങ്ങളില്ല. അതുകൊണ്ടാണ് പറയുന്നത് ട്രംപാണ് എന്നോർക്കണം. അതുകൊണ്ടാണ് അതിനെ ഹരിച്ചു കിഴിച്ചു കൂട്ടി മാത്രമേ അതിനെ നോക്കാൻ പറ്റൂ. ആ പ്രസ്താവനയുടെ പിന്നാമ്പുറത്ത് ഇക്കാര്യങ്ങളൊക്കെ വളരെ വിശദമായി തുടർച്ചയായി ഫോളോ ചെയ്യുന്ന ഒരാളെന്ന നിലയ്ക്ക് ഇന്നലെ രാത്രി ഉണ്ടായ ഇറാന്റെ പ്രത്യാക്രമണം, അതിനെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? പ്രത്യേകിച്ച് ഇപ്പോൾ ട്രംപ് തന്നെ പറയുന്നു മുൻകൂട്ടി അറിയിച്ചിരുന്നു, അതുകൊണ്ട് തന്നെ ഒരു ദുർബലമായ ആക്രമണമായിരുന്നു. വിവരങ്ങൾ വരുന്നത് നേരത്തെ തന്നെ എയർബേസിലെ വിമാനങ്ങളൊക്കെ അവിടെ നിന്ന് മാറ്റിയിരുന്നു, അവിടെയുള്ള സൈനികരുടെ കുടുംബങ്ങളെയൊക്കെ മാറ്റിയിരുന്നു, അവിടെ യാതൊരു രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടില്ല എന്ന് ഖത്തർ തന്നെ അറിയിക്കുന്നുണ്ട്. നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടില്ല, ആൾനാശവും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഒരു പ്രത്യാക്രമണത്തിനുള്ള ഒരു അവസരം ഒരുക്കി കൊടുക്കുക എന്നതൊക്കെ ഇങ്ങനെയൊരു സംഘർഷമുഖത്ത് സാധ്യമാണോ? എങ്ങനെയാണ് ഇപ്പോഴത്തെ വാർത്തകൾ കാണുമ്പോൾ താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? എന്താണ് ഈ ഖത്തറിന് നേർക്കുള്ള പ്രത്യാക്രമണത്തിലൂടെ, പ്രത്യേകിച്ച് ഖത്തറും ഇറാനും തമ്മിൽ അങ്ങനെ ഒരു ശത്രുതയൊന്നുമുള്ള രാജ്യങ്ങളുമല്ലല്ലോ. കായിക മത്സരങ്ങളിലൊക്കെ ഒത്തുകളി എന്ന ഒരു സംഭവം നടക്കാറുണ്ട്, ഒത്തുകളി വിവാദം. ഇതുപോലെ യുദ്ധത്തിലും ഒത്തുകളി നടക്കും എന്നതിന്റെ സൂചനയാണോ ഇത്? അത് ന്യായമായി സംശയിക്കേണ്ടിയിരിക്കുന്നു. അമേരിക്ക ഇറാന്റെ മേൽ നടത്തിയതും ഇറാൻ അമേരിക്കയിലെ മേൽ പ്രതീകാത്മകമായി നടത്തിയതും, പ്രത്യേകിച്ച് ഖത്തറിലെ താവളങ്ങളിൽ നടത്തിയതും ഈ ഒത്തുകളിയുടെ ഭാഗത്ത് ആരെയോ ബോധിപ്പിക്കാൻ വേണ്ടി കാര്യങ്ങൾ ചെയ്യുന്നത് പോലെ തോന്നുകയാണ്. അമേരിക്കയെ മുൻകൂട്ടി അറിയിച്ചതിന് ശേഷം അമേരിക്കൻ താവളങ്ങളെ ആക്രമിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇതിനെല്ലാം അർത്ഥമെന്ന് പറയുന്നത് ഇത് ആരുടെ യുദ്ധം ആണ് എന്നത് ഇത് ലോകരാഷ്ട്രീയം ശ്രദ്ധിച്ച് നിരീക്ഷിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഹൂസ് വാർ ഇസ് ഇറ്റ്? ഇതാണ് ചോദ്യം. ഒരുപക്ഷെ ഇറാന്റെ ജനതയെ ബോധിപ്പിക്കേണ്ടതുണ്ട്. ഇറാന്റെ നേതൃത്വത്തിന് തങ്ങളെ അടിച്ചതിന് തിരിച്ചടി തങ്ങൾ നൽകി. ആ തിരിച്ചടി നൽകുമ്പോൾ അത് സൂക്ഷിച്ചു വേണമല്ലോ നൽകാൻ. അതുകൊണ്ട് അത് മുൻകൂട്ടി അറിയിച്ചിട്ട് ചെയ്തു. മുൻകൂട്ടി അറിയിച്ചിട്ട് ചെയ്ത കാര്യം പോലും ലോകത്തെ വിളിച്ചറിയിക്കുമ്പോൾ യഥാർത്ഥത്തിൽ അവിടെ മുഖം നഷ്ടപ്പെടുന്നത് ഇറാന് തന്നെയാണ്. യഥാർത്ഥത്തിൽ അങ്ങനെ ആ രീതിയിലുള്ള കാര്യങ്ങൾ വലിയ തോതിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ യുദ്ധവും അടിയും തിരിച്ചടിയും എല്ലാം തന്നെ ഒരു വിശാല ഗെയിമിന്റെ ഭാഗമായി കാണുന്ന ഇപ്പോഴത്തെ ലോക വ്യവസ്ഥിതി, ആ വ്യവസ്ഥിതി എത്രത്തോളം ആർജവമുള്ളതാണ് എന്നെനിക്ക് മനസ്സിലാകുന്നില്ല. അതുകൊണ്ടാണ് മുൻകൂട്ടി അറിയിച്ചതിന് ശേഷം ഇപ്പോൾ ഇസ്രായേലിനെതിരെ ഇറാൻ നടത്തിയ ആക്രമണവും കഴിഞ്ഞ വർഷം 2024 ഏപ്രിൽ നടന്ന ആക്രമണം, അതും മുൻകൂട്ടി അറിയിച്ചിരുന്നു, അമേരിക്കയെ ഉൾപ്പെടെ മുൻകൂട്ടി അറിയിച്ചിരുന്നു എന്ന രീതിയിലാണ് അന്ന് വാർത്തകൾ വന്നത്. അപ്പൊ ഈ ആക്രമണങ്ങളൊക്കെ മുൻകൂട്ടി അറിയിച്ച് നടത്തുന്ന ആക്രമണങ്ങൾ ആരെ ബോധിപ്പിക്കാൻ വേണ്ടിയാണ് എന്നതാണ് ഇവിടുത്തെ പ്രസക്തമായ ചോദ്യം.
ഇറാനെ സംബന്ധിച്ച് അവർ വലിയ വെല്ലുവിളി നേരത്തെ തന്നെ നേരിടുന്നുണ്ട്. ഇറാൻ ജനതയ്ക്ക് കുറേ കാര്യങ്ങളിൽ അതൃപ്തിയുണ്ട്. അവിടുത്തെ ഈ മതഭരണകൂടത്തിനെതിരെ ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള പ്രതിഷേധമൊക്കെ ഒരു വശത്ത് വരുന്നൊക്കെയുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഒരു അഡ്ജസ്റ്റ്മെന്റിൽ ഈ യുദ്ധം ഒന്ന് തൽക്കാലത്തേക്ക് അവസാനിപ്പിച്ച് തീർക്കാം എന്നൊരു ധാരണ ഉണ്ടായിട്ടില്ലെങ്കിൽ ഇതിന് തൊട്ട് പിന്നാലെ ട്രംപിന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു പ്രതികരണം വരുമെന്ന് നമുക്ക് ഒരു സാധാരണ ബുദ്ധിക്ക് ആലോചിക്കാൻ കഴിയില്ല. അതെ, രണ്ടു കൂട്ടർക്കും യുദ്ധം മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹമില്ല. ഇവിടെ ആത്യന്തികമായി അമേരിക്കയുടെ താല്പര്യങ്ങൾ, മധ്യപൗരസ്ത്യ പ്രദേശത്തെ അമേരിക്കയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടണമെങ്കിൽ ഒരു ശത്രു അവിടെ ഉണ്ടാകണം. ഓൾറെഡി ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേൽ ഒരു ശത്രുവാണ്. മറ്റൊരു ശത്രു കൂടി ഉണ്ടാകണം. അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങൾക്ക്, പ്രത്യേകിച്ചും GCC രാജ്യങ്ങൾക്ക് ഒരു ശക്തമായ ശത്രു ഉണ്ടാകണം. ഇസ്രായേൽ ഇപ്പോൾ ഒരു ശത്രുവല്ല അവരെ സംബന്ധിച്ചിടത്തോളം. അബ്രഹാമിക കരാറുകളിലൂടെ ഒന്നൊന്നായി ഇസ്ലാമിക രാജ്യങ്ങൾ അല്ലെങ്കിൽ അറബ് മേഖലയിലെ രാജ്യങ്ങൾ ഇസ്രായേലുമായി സന്ധി ചെയ്തു പോകുന്നു. അപ്പോൾ അവിടെ ഒരു ശക്തി ഉണ്ടാകണം, അവരെ എതിർക്കുന്ന ഒരു ശക്തി ഉണ്ടാകണം. അപ്പൊ ഇറാൻ ജീവിച്ചിരിക്കേണ്ടത്, ഇറാൻ ശത്രുവായി നിലനിൽക്കേണ്ടത് അമേരിക്കയുടെ ആവശ്യമാണ്. കാരണം ഈ രാജ്യങ്ങൾ അമേരിക്കയെ കൂടുതൽ ആശ്രയിക്കണമെങ്കിൽ, സൗദി അറേബ്യ പോലെയുള്ള രാജ്യങ്ങൾ അമേരിക്കയിൽ നിന്നും കൂടുതൽ ആയുധങ്ങൾ വാങ്ങണമെങ്കിൽ, അമേരിക്കയെ ഡിപ്പെൻഡ് ചെയ്യണമെങ്കിൽ, അമേരിക്കയുടെ സാമ്രാജ്യത്വ മോഹങ്ങൾ അവിടെ നിലനിൽക്കണമെങ്കിൽ തീർച്ചയായും ഇറാൻ ഷുഡ് ബി ഡൗൺ ബട്ട് നോട്ട് ഔട്ട്. ഒരു ശത്രുവായിട്ട് തന്നെ നിലനിൽക്കണം. അപ്പൊ അതുകൊണ്ട് പരിമിതമായ തോതിൽ ഡാമേജ് ഉണ്ടാക്കുക, ഇത് അമേരിക്കയുടെ ഒരു തന്ത്രമാണ്. എക്കാലത്തും അങ്ങനെ തന്നെയാണ്. ഒരു ഒരിക്കലും ഒരു പ്രത്യേക റീജിയനിൽ പൂർണ്ണമായ സമാധാനം ഉണ്ടാകണമെന്ന ആഗ്രഹം ഒരുപക്ഷെ അമേരിക്കയ്ക്ക് ഉണ്ടാവില്ല. അങ്ങനെ സമാധാനം ഉണ്ടായിക്കഴിഞ്ഞാൽ തങ്ങൾക്ക് കാര്യമായ വിലയും നിലയും ഉണ്ടാകില്ല. അതുകൊണ്ടാണ് ഒരു ക്രൈസിസ് മാനേജ്മെന്റിന് ഒരു റോൾ നിർവഹിക്കുക. അങ്ങനെ ക്രൈസിസ് മാനേജ്മെന്റിനെ ശ്രമിക്കുക വഴി ബിസിനസ് താല്പര്യങ്ങളും വ്യാപാര താല്പര്യങ്ങളും സംരക്ഷിക്കുക. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യാപാരിയാണ്. അദ്ദേഹം ഒരു ഒന്നാം തരം ഡീലറാണ്. അദ്ദേഹം എല്ലാത്തിനെയും ഡീലിന്റെ കണക്കിൽ മാത്രമേ കാണാറുള്ളൂ. അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ഉൾപ്പെടെ കയറ്റി വില പറയുകയും പിന്നെ കുറച്ചുകൂടി യാഥാർത്ഥ്യബോധത്തോടുകൂടി ഒരു വിലയിൽ എത്തി നിൽക്കുകയും ചെയ്യുക എന്ന ടിപ്പിക്കൽ ഡീലാണ് ഈ ടാരിഫ് യുദ്ധത്തിന്റെ സമയത്തും സംഭവിച്ചത്. ഇതും ഏതാണ്ട് അതുപോലെ തന്നെയാണ്. വലിയ ആക്രമണം നടക്കുന്നു എന്ന പ്രതീതി ജനിപ്പിക്കുക, വലിയ നാശനഷ്ടങ്ങളുണ്ട് എന്ന് ലോകത്തോട് അറിയിക്കുക, അമേരിക്ക തന്നെ വലിയ പ്രോപ്പഗൻഡ മെഷീനറിയിലൂടെ കാര്യങ്ങൾ അറിയിക്കുക, പിന്നീട് ഇതെല്ലാം ഒരു ഒത്തുകളിയാണ് എന്ന് പുറത്തു പറയുക, അത് തങ്ങൾ വിചാരിച്ചത് കൊണ്ടാണ് അത് പരിഹരിക്കാനായത് എന്ന് പറയുക. അപ്പം ഇതെല്ലാം തന്നെ ചെയ്യുന്നത് അമേരിക്കയുടെ ചില താല്പര്യങ്ങൾ കൊണ്ടാണ്. അതിന് ലോകത്തെ ജനം, സാധാരണ ജനം വളരെ വലിയ വിലയാണ് കൊടുക്കേണ്ടി വരുന്നത്. ജീവനുകൾ നഷ്ടപ്പെടുന്നു, അവരുടെ ആവാസ വ്യവസ്ഥ തന്നെ നഷ്ടപ്പെടുന്നു, തൊഴിൽപരമായ നഷ്ടങ്ങൾ. അപ്പം ആ ഒരു രീതിയിലേക്ക് ലോകക്രമം തന്നെ മാറിയിരിക്കുന്നു എന്നത് ദുഃഖകരമായ ഒരു കാര്യമാണ്. ഇനി ട്രംപിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇങ്ങനെയൊരു യുദ്ധം അമേരിക്കൻ ജനത ആഗ്രഹിക്കുന്നില്ല. യുദ്ധത്തിൽ അമേരിക്ക നേരിട്ട് ഇടപെടുന്നതോ അല്ലെങ്കിൽ അമേരിക്കയുടെ സമ്പത്തും അമേരിക്കയുടെ ശക്തിയുമൊക്കെ അവിടെ കൊണ്ട് ഇറക്കുന്നതിലൊന്നും ജനതയ്ക്ക് വലിയ താല്പര്യമില്ല. പ്രത്യേകിച്ച് ഇന്നലെ നാൻസി പെലോസിയൊക്കെ വളരെ പ്രത്യക്ഷമായി തന്നെ രംഗത്തെത്തി പറഞ്ഞിരുന്നു ട്രംപിൻ്റെ ഈ തെറ്റായ തീരുമാനം എന്ന രീതിയിൽ. അപ്പോൾ അങ്ങനെ ഒരു യുദ്ധത്തിൽ ദീർഘനാൾ നിൽക്കുന്നത് അല്ലെങ്കിൽ അതിൻ്റെ പ്രോക്സിയായി കൂടെ നിൽക്കുന്നത് തങ്ങൾക്കും അത്ര നന്നാവില്ല എന്നൊരു തിരിച്ചറിവ് ട്രംപിനും വന്നു കഴിഞ്ഞിട്ടുണ്ടാവില്ലേ? അമേരിക്കയുടെ ഭരണകൂടത്തെ എക്കാലത്തും തിരുത്തേണ്ടത് അമേരിക്കയുടെ ജനതയാണ്. കാരണം അപർണ, ഇതൊരു ജനാധിപത്യ രാജ്യമാണ്. ഡീപ്ലി എൻട്രൻസ്ഡ് ഡെമോക്രാറ്റിക് ഓർഡർ അവിടെയുണ്ട്. അവിടെ ഒരു കൺസെൻസസ്, ഒരു നാഷണൽ കൺസെൻസസ് ഉണ്ടായിരുന്നു. അമേരിക്കയെ മഹത്തായ രാജ്യമായി നിലനിർത്തണം എങ്കിൽ അമേരിക്കയുടെ അനാവശ്യമായ ഇടപെടലുകൾ വിദേശ രാജ്യങ്ങൾ ഉണ്ടാവരുത്, അമേരിക്കയുടെ പണം അനാവശ്യമായി വിദേശങ്ങളിൽ ചെലവഴിക്കപ്പെടരുത്. ആ ഒരു കൺസെൻസസിന്റെ പ്രോഡക്റ്റ് ആണ് ഡൊണാൾഡ് ട്രംപ്. ആ കൺസെൻസസ് പൊളിറ്റിക്കലി ആർട്ടിക്കുലേറ്റ് ചെയ്തതിന്റെ ഭാഗമായിട്ടാണ് ട്രംപിന് വലിയ ഒരു മാൻഡേറ്റ് കിട്ടിയത്. അതുതന്നെയാണ് മാഗ ക്യാമ്പയിൻ എന്ന് പറയുന്നത്, മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്ന് പറയുമ്പോൾ അതിന്റെ പതാക വാഹനകനായി വന്ന ട്രംപ് തന്നെയാണ് ഇപ്പോൾ പുതിയ സംഘർഷങ്ങൾക്ക് തുടക്കമിടുന്നതും സംഘർഷങ്ങൾ ആളിക്കത്തിക്കുന്നതും ആളിക്കത്തിയ സംഘർഷത്തിന് മേൽ ബക്കറ്റ് കണക്കിന് വെള്ളം ഒഴിച്ചുകൊണ്ട് ആ തീ അണയ്ക്കുകയും ചെയ്യാൻ ശ്രമിക്കുന്നത്. ഇത് വലിയ വിരോധാഭാസം തന്നെയാണ്. അപ്പൊ അമേരിക്കൻ ജനതയുടെ ക്ഷമ പരീക്ഷിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ് എന്ന രീതിയിൽ മാത്രമേ അതിനെ ഇപ്പോൾ കാണാനാവൂ. ഇതിന് വലിയൊരു വില ഒരുപക്ഷെ ഡൊണാൾഡ് ട്രംപ് കൊടുക്കേണ്ടി വരും. ഈ ഇൻകൺസിസ്റ്റൻസി അല്ലെങ്കിൽ പറയുന്നതും പ്രവർത്തിക്കുന്നതും തമ്മിലുള്ള വൈരുദ്ധ്യം, ഇതിന് വലിയ വിലയാണ് ട്രംപിന് ചിലപ്പോൾ കൊടുക്കേണ്ടി വരുന്നത്. അത് ഒരുപക്ഷെ ഇപ്പോൾ അദ്ദേഹത്തിന് സെനറ്റിലും ഹൗസ് ഓഫ് റെപ്രസെന്റേറ്റീവിലും അംഗങ്ങളുടെ പിന്തുണയുണ്ട്. ഒരു വെയ്ഫർ തിൻ മാർജിൻ ആണെങ്കിൽ പോലും അമേരിക്കൻ കോൺഗ്രസിലെ സെനറ്റിലും ഹൗസ് ഓഫ് റെപ്രസെന്റേറ്റീവ്സിലും അദ്ദേഹത്തിന് അല്ലെങ്കിൽ റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് ഭൂരിപക്ഷമുണ്ട്. സർ, അസോസിയേറ്റഡ് പ്രസ് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു വാർത്ത, ഇറാൻ Foreign Minister says that as long as Israel stops its
എയർ സ്ട്രൈക്സ് ഏർലി ട്യൂസ്ഡേ മോർണിംഗ് ഇറ്റ് വിൽ ഹോൾഡ് ഡേഴ്സ്. അതായത് അതൊരു പ്രഖ്യാപനമായി കാണാം. ഇസ്രയേൽ നിർത്തിവെക്കുകയാണെങ്കിൽ ഞങ്ങളും നിർത്താൻ തയ്യാറാണ് എന്ന് ഇറാന്റെ ഫോറിൻ മിനിസ്റ്റർ പറയുന്നതായി AP റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ പതിവ് പോലെ തന്നെ ട്രംപ് ആദ്യം പറഞ്ഞു, അതിന്റെ ക്രെഡിറ്റ് എടുക്കുന്നു, പിന്നാലെ ഒരു തീരുമാനം, അതായത് ആശ്വാസകരമായ ഒരു തീരുമാനം. ഇത് ഏതാണ്ട് ഇതേ സമാനമായ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിൽ സംഭവിച്ചതിന് സമാനമായ ഏതാണ്ട് കാർബൺ പേപ്പർ കോപ്പി പോലെ തന്നെയാണ് ഇത് മുന്നോട്ട് പോകുന്നത്. അബ്ബാസ് അറാക്ചിയുടെ ഭാഗത്ത്, ഇറാനിന്റെ വിദേശകാര്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ വരുന്ന പ്രസ്താവന അതിന്റെ രത്നച്ചുരുക്കം അത് തന്നെയാണ്. ഈ കഴിഞ്ഞ ആഴ്ചയും ഇത് തന്നെ പറഞ്ഞിരുന്നു. ഇറാൻ ഇസ്രായേൽ യുദ്ധം നിർത്തിവെക്കാൻ തയ്യാറാണെങ്കിൽ, വെടിനിർത്തൽ തയ്യാറാണെങ്കിൽ തങ്ങളും തയ്യാറാണ് എന്ന മട്ടിൽ പറഞ്ഞിരുന്നു. അതിൽ പുതുമയൊന്നുമില്ല. ഇപ്പൊ ട്രംപിന്റെ ട്രൂത്ത് സോഷ്യലിലൂടെ ട്രംപ് ലോകത്തോട് നടത്തിയ ഈ ഒരു വർത്തമാനം, അതിന്റെ ചുവട് പിടിച്ച് നടക്കുന്ന പ്രസ്താവന എന്ന നിലയിൽ ഇതെല്ലാം തന്നെ, വീണ്ടും ഞാൻ പറയുന്നു, ഇതെല്ലാം തന്നെ ഒരു വലിയ സ്റ്റേജ് മാനേജ്ഡ് ഒരു പ്രോഗ്രാമായി തോന്നുകയാണ് ഇപ്പോൾ. അതുകൊണ്ട് എല്ലാം തന്നെ മുൻകൂട്ടി തന്നെ ധാരണയിലെത്തി ആ ധാരണ ഇപ്പോൾ പുറത്താക്കുകയാണ്. ആർക്കോ വേണ്ടി യുദ്ധം ചെയ്യുന്നു, എന്തിനോ വേണ്ടി യുദ്ധം ചെയ്യുന്നു, അവസാനം ചില താല്പര്യങ്ങൾ, പ്രത്യേക താല്പര്യങ്ങൾ അനുസരിച്ച് യുദ്ധം അവസാനിപ്പിക്കുന്നു. അപ്പൊ ഇതൊരു ലാർജ് ഗെയിം എന്ന നിലയിൽ തന്നെയാണ്. പക്ഷെ അപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട, ഇപ്പോൾ സ്ക്രീനിലൊക്കെ കാണാം, ഈ പ്രഖ്യാപനം വന്നതിന് ശേഷവും ബാഗ്ദാദിലേക്ക് ഇറാന്റെ ഭാഗത്തു നിന്ന് ഡ്രോൺ ആക്രമണം ഉണ്ടാവുന്നുണ്ട്. ഇറാന്റെ ജനതയെ ബോധിപ്പിക്കേണ്ടതുണ്ട്. ഇറാന്റെ ജനത 9 കോടിയിൽ പരം വരുന്ന ഇറാന്റെ ജനത ആകെ കലിപ്പിലാണ്. അവരെ വിദേശ രാജ്യം ആക്രമിച്ചു. ആദ്യം ഇസ്രയേൽ ആക്രമിച്ചു, പിന്നീട് ശക്തമായ അമേരിക്കൻ ആക്രമണം നടത്തി. അമേരിക്കക്ക് തിരിച്ചടി ഉണ്ടാകണം. അപ്പൊ ഡെത്ത് ടു ഇസ്രായേൽ, ഡെത്ത് ടു അമേരിക്ക എന്ന ചാന്റിങ് ഔപചാരികമായ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നാണ് ആദ്യം വന്നതെങ്കിലും അതൊരു ക്രൈസിസ് വരുമ്പോൾ അത് ജനത്തിലേക്ക് വ്യാപിക്കുകയാണ്. അങ്ങനെയെങ്കിൽ അവരെന്തെങ്കിലും ചെയ്തേ മതിയാകൂ. ആ ചെയ്ത കാര്യം സ്വന്തം ജനത്തെ ബോധിപ്പിച്ചേ മതിയാകൂ. അതുകൊണ്ട് അമേരിക്കൻ താവളങ്ങൾ എവിടെയെല്ലാം ഉണ്ടോ, 19 ഇടങ്ങളിലാണ് മധ്യപൗരസ്ത്യ പ്രദേശത്ത് അമേരിക്കൻ താവളങ്ങളുള്ളത്. അവിടെ എങ്ങോട്ടെങ്കിലും മുൻകൂട്ടി അറിയിച്ചതിന് ശേഷം ഞങ്ങൾ ആക്രമിക്കും കേട്ടോ, നിങ്ങളൊന്നും ധരിക്കരുത്, ഞങ്ങൾ ആക്രമിക്കും എന്ന് മുൻകൂട്ടി അറിയിച്ചതിന് ശേഷം ആക്രമണങ്ങൾ നടത്തുന്ന ഒരു രീതി. അപ്പൊ സ്വന്തം ജനതയെ ബോധിപ്പിക്കാൻ വേണ്ടിയാണ് ഇതെല്ലാം ശ്രമിക്കുന്നത്. ട്രംപ് നോബൽ സമ്മാനത്തിന് വേണ്ടി ശ്രമിക്കുന്നു, അല്ലെങ്കിൽ അമേരിക്കൻ ജനതയെ മിസ്ലീഡ് ചെയ്യുന്നു. ഇവിടെ ഇറാനിയൻ നേതൃത്വം സ്വന്തം ജനതയുടെ, ഇപ്പോൾ സ്വന്തം ജനതയെ തങ്ങൾ ഭരണകൂടം ശക്തമായി പ്രവർത്തിച്ചു എന്ന് ബോധിപ്പിക്കാൻ ശ്രമിക്കുന്നു. അതിനുപരിയായ അർത്ഥതലങ്ങൾ കണ്ടെത്താൻ ഇപ്പോൾ കഴിയുന്നില്ല. ഇതിനിടയിൽ നമ്മൾ മലയാളികൾ, ഇന്ത്യക്കാരൊക്കെ വലിയ ആശങ്കയിലൂടെ കടന്നുപോയി. ഓയിൽ പ്രൈസസ് ഒക്കെ കുത്തനെ ഇടിയുന്നു എന്ന വാർത്തകളാണ് വിപണിയിൽ നിന്ന് രാവിലെ തന്നെ വരുന്നത്.